ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണത്. ഒരുപാട് വലിഞ്ഞ് പിന്നെ ഇഷ്ടപ്പെട്ടോ ഫുഡ് ചോദിച്ചാ വാങ്ങിക്കുന്നത്. ടോപ്പ് സ്റ്റേഷനിലോട്ട് പോവാ. അടിപൊളി. ഹലോ, വെൽക്കം ടു മൈ ചാനൽ യാത്രാമോളി. ഞാനിപ്പോ നിൽക്കുന്നത് മൂന്നാറാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു മൂന്നാറോട്ടുള്ള വരവൊക്കെ ആയത്. അതിനിടയിൽ വന്ന കഥകളൊക്കെ നമുക്ക് പഴയ പറയാം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മൂന്നാറുള്ള മിത്ര ഹോം സ്റ്റേ ട്രീ ഹൗസ് മിത്ര ട്രീ ഹൗസിലാണ് കേട്ടോ. പക്ഷെ ട്രീ ഹൗസ് അല്ല, അതുപോലെ കാര്യം. അപ്പൊ ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഫസ്റ്റ് ഒരു റൂം ടൂർ ഒക്കെ കാണിച്ചാണ്. ഇവിടെയല്ല, നല്ല കൂടുതൽ താഴോട്ട് പോലെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ല വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കാം. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്നാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പെട്ടെന്നാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചെടുത്തത്. ഇത് ഫുള്ള് ജാതിക്കായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ജാതിക്ക മരമാണ്. ഈ ജാതിക്ക തോട്ടം താഴെ ഭാഗം ഫുള്ള് ജാതിക്ക, പിന്നെ ഏലക്കയൊക്കെ തോട്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞ പാഷൻഫ്രൂട്ട്. ഇത് നമ്മുടെ അവിടെയൊക്കെ നിൽക്കുന്ന ആന്തൂര്യം വന്നുണ്ട്. ആന്തൂര്യം അതാണ് വന്നത്. ഇതൊക്കെ ജാതിക്ക കേട്ടോ. താഴോട്ടൊക്കെ പോകുമ്പോൾ മാത്രമേ ജാതിക്ക. ഈ വെള്ളം ഇനി ഇങ്ങനെ ഒഴുകി താഴോട്ടാണ് പോകുന്നത്. നമുക്കല്ലാതെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇതുവഴിയാണ് കേട്ടോ ഒരു താഴത്ത് പോകുന്നത്. നമ്മളിപ്പോ നൈറ്റ് വന്നപ്പോഴത്തേക്ക് എന്തുവാണ് എന്ന് പെട്ടെന്നായി പോയി കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഇതൊരു ചെടിയാണ്. ഇതിങ്ങനെ തൂങ്ങി ഇങ്ങനെ അതിന്റെ പൂ ഫുള്ള് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഈ രണ്ട് കൈവരിയിലുമായിട്ട് ആ ചെടിയാണ് ഫുള്ളുള്ളത്. നല്ല രസമാണ് കാണാൻ. ഇവിടെ താഴോട്ട് വേറൊരാ, അപ്പൊ അവിടെ വേറൊരു ട്രീ ഹൗസ്. ഇങ്ങനെ ഓരോ സെക്ഷനിലായിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾക്കിപ്പോ നോക്കാം. ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഒരു എത്ര മണിക്ക് എത്തി? 10 മണി 10:30 ആയപ്പോഴാട്ടോ ഇവിടെ എത്തിയത്. ഞങ്ങള് വാഗമണിന്ന് ഞാൻ കുറച്ച് സംസാരിക്കട്ടെ. ഇടുന്നേ ഞങ്ങൾ വാഗമണ്ണിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് നല്ല ലേറ്റ് ആയിപ്പോയി. എന്താ പറ്റിയെന്ന് വെച്ചാൽ വാഗമണ്ണിന്ന് വരെ ഞങ്ങൾ ആ ട്രക്കിങ് കഴിഞ്ഞിട്ട് നേരെ, അത് ട്രക്കിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് കാണിച്ചു തരുന്ന അവർ ജീപ്പ് മാത്രം പോകാൻ പറ്റുന്ന കുറെ ഏരിയകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രക്കിംഗ് എടുത്ത് അങ്ങനെ പോയത്. ട്രക്കിംഗ് ഒരു 3-3.5 മണിക്കൂറായിരുന്നു പറഞ്ഞത്. ഞങ്ങളൊരു 10:30 കഴിഞ്ഞപ്പോൾ കയറിയിട്ട് 2 മണിയായപ്പോഴത്തേക്കാണ് ട്രക്കിംഗ് കഴിഞ്ഞ് ഇറങ്ങിയത്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ബാക്കി സ്ഥലങ്ങളൊക്കെ അവിടെ ഉള്ളത് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാണ്. പിന്നെ മുട്ടക്കുന്ന് വരെ പോയിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ അവസാനിപ്പിക്കുന്നത് മുട്ടക്കുന്നിലോട്ടൊക്കെ പോകാന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ മുട്ടക്കുന്ന് വരെ പോയിട്ട് അവിടെ നിന്ന് വേറെ സ്ഥലം പോകാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ മൂന്നാറോട്ട് എത്താൻ നല്ല ലേറ്റ് ആവും. ഞങ്ങൾ പിന്നെ സമയം നോക്കിയപ്പോൾ ഒരു 1.25 മണിക്കൂറൊക്കെ അടുപ്പിച്ച് മൂന്നാർ കാണിച്ചോളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് വഴി തെറ്റിന്ന് പറഞ്ഞാൽ പോരാ. 1.25 കാണിച്ച മൂന്നാറിനെ പെട്ടെന്ന് 3-3.5 മണിക്കൂർ എക്സ്ട്രാ അങ്ങ് മാറി. ഞങ്ങൾക്ക് എവിടെ എങ്ങനെ തെറ്റിയത് എങ്ങനെയൊക്കെ നോക്കിയിട്ടും പിന്നെ ഈ റൂട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ നിന്ന റൂട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണത്. ഒരുപാട് വലിഞ്ഞ് പിന്നെ ഈ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ രാത്രി ഒരു 8 മണിയായി. ഞങ്ങൾക്ക് 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടെ എത്തേണ്ടുള്ളത്. പിന്നെ കറങ്ങി തിരിഞ്ഞ് അതിലേക്കൂടെ പോയി. പിന്നെ എന്ന് പറയുമ്പോൾ ഒറ്റ റോഡല്ല, നേരെ ഞങ്ങൾ വന്ന വഴി ഫുള്ള് ഇടവഴി കയറിയിട്ടൊക്കെയാണ് വന്നത്. ഫുൾ ഉള്ളിലുള്ള ഗ്രാമം വഴി അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി വാഗമൺ അങ്ങനെ കയറിയിട്ടാണ് മൂന്നാർ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ കറങ്ങി. പിന്നെ കുറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. എന്നാലും നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചാലും അധികം സമയം എടുത്ത് ഒരുപാട് ഓടിപ്പോയി.
അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയത്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിപ്പോയത് പിന്നെ 9-8 മണിക്കാണ് ഇവിടെ എത്തിയത്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ഹോം സ്റ്റേ ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്തതാണ് ഇത്, മിത്ര ട്രീ ഹൗസ്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഭയങ്കര ആഡംബരം അങ്ങനെയൊന്നും അല്ല, ഇഷ്ടമാണ്. ഇവിടെ കുരുമുളക് ഇതൊക്കെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഏലക്ക ഉണങ്ങില്ല, ഒന്നിച്ചെടുത്തേ. അതൊക്കെ പറയുന്നുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമേ, ഈ ചുമന്ന കളർ പൂക്കളുണ്ടല്ലോ, അതൊക്കെ ഒരുപാട് നല്ല ബ്രൈറ്റ് റെഡ് കളറ് പൂക്കള് ഒരുപാട് വീടുകളുടെ ഫ്രണ്ടിലും വരുന്ന വഴിയിലേക്ക് ഒരുപാട് ഭയങ്കര ബ്രൈറ്റ്. ഞാൻ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള കളർ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. ജാതിക്ക, ഇല്ല ജാതിക്ക. ഇന്ന് താഴെ നിന്നാണ് പറിച്ചത്. താഴെ നിൽക്കട്ടെ, നമുക്ക് നമ്മൾ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട്. അത് ഏതെന്തായിരുന്നു അതിന്റെ പേര്? ഉണ്ടപ്പളമല്ല, കാന്താരി മുളക്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതാണ്. നമ്മുടെ ട്രീ ഹൗസ് ഇതാണ് കേട്ടോ. നമുക്ക് നല്ല വ്യൂ കിട്ടിയത് കാട്ടിനിടയിലൊക്കെ വന്ന് താമസിക്കുന്ന ആ ഒരു പ്രതീതിയാണ്. ഇതാണ് നമ്മളിവിടുന്ന് കാണുന്നത്. അത് കുഴു ലാസ്റ്റ് ഉള്ളത് അല്ലേ? ആ, ഞങ്ങളുടെ റൂമാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഉള്ള റൂം. അതുകൊണ്ടാണ് മിട്രി ടച്ച് ഈ ഫ്ലോറൊക്കെ തുടങ്ങിയിട്ട് അടിപൊളി കേട്ടോ. ഫ്ലോറിലറിയും കത്രൊക്കെ മാറ്റി കഴിഞ്ഞ് രാവിലെ കാണാൻ അടിപൊളി. നേരത്തെ ഞാൻ റൂമിനകം റൂം ടൂർ കാണിച്ചില്ലായിരുന്നു, കാണിക്കാന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു തുടങ്ങിയത്. പിന്നെ വേറെ കുറച്ച് തിരക്കായി പോയി കാരണം റൂം ടൂർ കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കിപ്പോ കാണാം. വലുതായിട്ടൊന്നുമില്ല കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഈ ഒരു ഭംഗിയൊക്കെ കണ്ട് നമുക്ക് ഇരിക്കാം എന്നുള്ളതാണ് കേട്ടോ. ചെറിയ റൂം, നോർമൽ റൂം. നമ്മൾ എക്സ്ട്രാ ബെഡ്, നമ്മൾ എല്ലാവരും കൂടെ ഒരു റൂമിലാട്ടോ നിന്നത്. എക്സ്ട്രാ ഒരു ബെഡ് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ രാവിലെ പോകണം എന്നുള്ളത് കൊണ്ട്. പിന്നെ 2 റൂം എടുക്കാനും ഇല്ല. പിന്നെ വാ, പിന്നെ ഇതാണ് വാഷ്റൂം. ശരി, നോർമൽ ഒരെണ്ണം. അല്ലാതെ വലിയ പ്രത്യേകതകളും വലിയ ആഡംബരം ഒന്നുമില്ലായിരുന്നു. ഇവിടുന്ന് നേരെ മൂന്നാർ ഇനി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ പോവാണ്. ബാക്കി കിട്ടി. ക്യാമറ വുമൺ അബിക്കൊപ്പം ഐശ്വര്യ ചേർ. ശരി, നമ്മളിപ്പം റൂം വെക്കേറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് കുറച്ച് ജാതിക്ക പറിക്കായിരുന്നു എന്റെ ഇടയിൽ കൂടി. ടാറ്റ ബൈ ബൈ. ബാക്കി വീഡിയോസ് കാണാം. പൈനാപ്പിൾ, പൈനാപ്പിൾ ഇല്ലില്ല. ഞാൻ ചേട്ടന്റെ പത്രമാവോത്സവം
ഞങ്ങളിപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ഹിൽ സ്റ്റേഷനിലോട്ട് കയറുമായിരുന്നേ. അപ്പോൾ ഇങ്ങനെ കുറേ പേര് വണ്ടിയൊക്കെ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടേക്കുന്നിടത്ത് ഞങ്ങൾ നോക്കിയത് ഭയങ്കര നല്ല വ്യൂ, അടിപൊളി. ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ് ഇറങ്ങി വരും കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ പോകുമ്പോഴത്തേക്ക് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഭാഗത്തൊക്കെ ഇനി മഞ്ഞ് കയറി കാണാൻ പറ്റാതെ അങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോ എങ്ങോട്ടായിരുന്നു മേളിൽ പോകാൻ? ഹിൽ സ്റ്റേഷൻ, ടോപ്പ് സ്റ്റേഷനിലോട്ട് പോവായിരുന്നേ. അപ്പം ഇവിടുന്ന് മൂന്നാറിന്ന് 30 കിലോമീറ്റർ അല്ലേ? 30, പിന്നെ 35, പിന്നെ മാട്ടുപ്പെട്ടി 10 കിലോമീറ്റർ. നമ്മളിപ്പം അവിടുന്ന് നേരെ എലിഫന്റ് പാർക്കിലോട്ട് പോകുന്ന വഴിയിലാണ് എലിഫന്റ് പാർക്ക്. എലിഫന്റ് പാർക്കിൽ കയറാൻ പോവാണേ. അത് എടുത്ത് കഴിച്ചിട്ടോ നമുക്ക് ഇവിടുന്ന് നല്ല തണുപ്പ്. പൊട്ടിച്ച് തോരൻ വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഇടാം. പുളിശ്ശേരിയിലൊക്കെ ഇടാ തിന്നുന്നല്ലേ. പുളിശ്ശേരി കേട്ടിട്ടുള്ള നല്ല പരിചയമുള്ള പേര് ചൗച്ചവും. പൊട്ടിച്ച് ഒന്നും കൂടെ പൊട്ടിച്ച് കൊള്ളാമോ? നക്കി നക്കി ഇരിക്കാൻ ഇവിടെ ആരെ പരിപാടി നടത്തുന്നു? ഓ, അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ? ഓക്കെ ഓക്കെ. ഇതോ ഓക്കെ, അങ്ങനെയാണ് സംഭവം. എന്നിട്ട് ഹലോ എന്റെ കൊച്ച് मामी का है वो वाली मामी हाँ ഫുഡ് ചോദിച്ചാ വാങ്ങിക്കുന്നേ. ഞങ്ങള് കേറിയില്ല കേട്ടോ. അബിക്ക് കേറണം, റൈഡിന് കേറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ആനപ്പുറത്ത് കേറിയില്ല. അവർക്ക് പിന്നീട് വിഷമം വന്നു. ആനയും കുഞ്ഞാനകളൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ആന മാത്രല്ല. നമുക്ക് ഫ്രണ്ടിരിക്കാം കയറാനായിട്ട്. പിന്നെ വിഷമം, പാവം, അതിന് വേദനിക്കും. അങ്ങനെ കണ്ടപ്പോ പാവം തോന്നി കേട്ടോ. ഓരോരുത്തരിങ്ങനെ റെസ്റ്റ് ഉണ്ടോ കേട്ടോ. എന്തോ ഇത്ര അല്ല, നമ്മൾ വേറെ സ്ഥലത്ത് പോകുന്നു. ഇങ്ങനെ ഒന്ന് ഒരാൾ മാറി ഇങ്ങനെ അടുത്ത ആൾ ഇങ്ങനെ അത് കയറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. കണ്ടപ്പോ ഒരു വിഷമം. നമ്മുടെ നാട്ടിലും ഇതുപോലെയാണല്ലോ ഉത്സവത്തിനൊക്കെ കൊണ്ട് നിർത്തുന്നത്. കയറിക്കോ. നമ്മൾ ഇവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തിട്ടോ. നമ്മൾ പോകുന്ന വഴി ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരാൻ നേരത്ത് കുറെ ചെടികളുടെയൊക്കെ ഒരു കല്ല് കയറിയതായിരിക്കും. കുറെ ചെടികളുടെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കയറിയില്ല. പോകുന്ന വഴിയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പം കേറി മക്കളെ. ഇവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകും. നമുക്ക് ഒരുപാട് കളികൾ വൈകിട്ട് ഇറങ്ങിയില്ല. ഞങ്ങളിപ്പോ എലിഫന്റ് സഫാരിയുടെ അവിടെ പോയി കണ്ടിട്ട് എലിഫന്റ് സഫാരി കണ്ടിട്ട് ഇപ്പൊ തിരിച്ചിറങ്ങാം. ഞങ്ങളിപ്പോ മാട്ടുപ്പെട്ടിയില് എത്തിയേ. ബോട്ടിങ്ങിന്റെ. അപ്പോൾ ഇവിടെ വന്ന് കനിക്ക് ചെറിയ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചിട്ട് ചെറിയൊരു പർച്ചേസൊക്കെ കഴിഞ്ഞ് കനി ഇവിടെ ഉള്ള കടകളിലൊക്കെ ഇവിടെ നിറയെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടോയ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നടന്ന് കറങ്ങുക.
വേണ്ട ഫോട്ടോ എടുക്കാനൊക്കെ കനി കൊടുത്ത് നീക്ക്. ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഞാനിനി ബോട്ടിങ്ങിന് കയറാം. വേസ്റ്റ് ഇടുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ബോട്ടിങ്ങിന് കയറാനായിട്ട് പോവാണ് കേട്ടോ. കനിക്കുട്ട ഇല്ല അവിടെ തിരിക്കാൻ ലിവർ ഉണ്ടല്ലോ. നല്ല കാറ്റുണ്ട്. ചവിട്ടാൻ പാടില്ല. ഇങ്ങോട്ട് പോകരുത്. ഭയങ്കര നല്ല വ്യൂ ആണ് കേട്ടോ. പിന്നെ നമുക്ക് പോകേണ്ടുള്ളത് ആ ഒരു ഏരിയയിലോട്ടാണേ. $15 ആണ് കേട്ടോ ബോട്ടിങ്ങിനുള്ള ടൈം തന്നേക്കുന്നേ. പിന്നെ 2 പേർക്ക് 400 രൂപ. പിന്നെ കുട്ടിക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ 2 ബോട്ടാണ് എടുത്തത്. 800 രൂപ. അത് രസമുണ്ട് കാണാൻ. 2 ബോട്ട്. ഇങ്ങോട്ട് വാ, കറക്ക് അങ്ങോട്ട് കറക്ക്. ചവിട്ടി നിർത്തിയേക്കാണോ? നമ്മളിതാ ഇവിടെ ഈ ബോള് ഇങ്ങനെ ഇട്ടിട്ടുണ്ടേ. ഇതാണ് കേട്ടോ ഫിനിഷിംഗ് പോയിന്റ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകലെന്ന് പറഞ്ഞു. അയ്യോ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ തിരിച്ചു പോവുക. നോക്കട്ടെ കനിക്കുട്ടാ, കഴുകിയുണ്ടോ? ഫ്രൂട്ട്സ് ഒന്നും ഇല്ലല്ലേ? മക്കളത് കഴിച്ചോ? അയ്യോടാ കഷ്ടായിപ്പോയി വന്നിരിക്കുന്നു. വേണ്ട മഴയൊന്ന് മേടിച്ചോണ്ട് പോക്കോളൂ. ഇട്ട് പിടിക്കല്ലേ? അങ്ങനെ വെക്കില്ല. എനിക്ക് ഞാൻ ഗ്ലാസ് താത്തി തരാം കുറച്ചുകൂടെ. ഞങ്ങളിപ്പം ഹിൽ ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിയിൽ ഒരു കോഫി കുടിക്കാനായിട്ട് വണ്ടി നിർത്തി. കനി സുഖമൊക്കെ ഇപ്പം മേളിലോട്ട് കയറി പോകുമ്പോഴത്തോറും ഭയങ്കര തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പ് കൂടി വരുന്നത്. ഇനി ഞങ്ങൾക്ക് ഒരു 8 കിലോമീറ്റർ കൊണ്ടുണ്ട്. ഞങ്ങൾ നമ്മളിപ്പോൾ സമയം എന്തായാലും 4 മണി ആയി കാണുന്നു. 4 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞങ്ങൾ രാവിലെയല്ല ഇറങ്ങിയത്. കുറച്ച് നേരം ലേറ്റായിട്ടൊക്കെയാണ് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തതും ഇറങ്ങിയതും. പിന്നെ ബോട്ടിങ്ങിനൊക്കെ കയറിയപ്പോൾ ലേറ്റായി. നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി വരുന്നിടത്ത് ഒരുപാട് സ്പോട്ടുകൾ, ചെറിയ സ്പോട്ടുകളിൽ ഒരുപാടടുത്ത് നമുക്ക് ബോട്ടിങ്ങിനൊക്കെ കയറാൻ പറ്റും കേട്ടോ. ഒരുപാടുണ്ട്. പിന്നെ ഡാമ്, അങ്ങനെ ചെറിയ പോയിന്റ് ഉണ്ട്. നമ്മൾ പിന്നെ നേരെ ഇങ്ങോട്ട് കയറുക എന്നുള്ളതാണ് ഉദ്ദേശമായതുകൊണ്ട് ഒരുപാട് താഴെ നിന്നില്ല. ബോട്ടിങ്ങിന് തന്നെ നല്ല സമയം എടുത്തായിരുന്നു. ഇനിയിപ്പോൾ നേരെ ഒരു 8 കിലോമീറ്ററും കൂടെ പോകണം. തണുപ്പ് കൂടി വരുന്നുണ്ട്. അടിപൊളിയില്ലേ പള്ളി? എത്തിയ ഇതാണോ മല? ഇതും ഏതോ ഒരു ജംഗ്ഷൻ. അത് എടുത്ത് കഴിച്ചിട്ടോ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം. നല്ല തണുപ്പ്. പൊട്ടിച്ച് പക്ഷെ അതുണ്ടല്ലോ ഞെക്കിയാ മതി. പയ്യെ ഞാൻ പൊട്ടിച്ചു. തോരൻ വെച്ചിരിക്കുന്ന സാധനം പുളിശ്ശേരിയിലേക്ക് ഇടാം. പുളിശ്ശേരിയിലൊക്കെ ഇടാ. ഇപ്പൊ തിന്നുന്നല്ലേ? നിനക്കറിയോ എന്ത് പുളിശ്ശേരി കേട്ടിട്ടുള്ള നല്ല പരിചയമുള്ള പേര് ചൗച്ചൗ. ഒന്ന് പൊട്ടി ഒന്നും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കൊള്ളാമോ? നക്കി ഇരിക്കാൻ തോന്നുന്നു. ഇവിടെ ആരെ പരിപാടി നടത്തുന്നു? വീഡിയോണോ? വീഡിയാണ്.
ഞങ്ങള് ടോപ്പ് സ്റ്റേഷനിലോട്ട് നടന്നു പോവുക കേട്ടോ. ഒരു കോലമായിട്ടിരിക്കുന്നു. കുറച്ചുണ്ട് ഇവിടെ നടക്കാൻ. ഇവിടെ സ്ട്രോബെറി പ്ലാന്റ് അവിടെ എന്തെങ്കിലും ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവിടുത്തെ വ്യൂ പോയിന്റ് ഇല്ലേ അങ്ങോട്ട് പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത് മാത്രമല്ല നല്ല തണുപ്പുണ്ട്. ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ ജാക്കറ്റ് ഒക്കെ വാങ്ങിച്ചപ്പോഴത്തേക്ക് കനിക്കുട്ടന് കോൺ വേണം എന്ന് പറഞ്ഞ്. കനി ഇഷ്ടപ്പെട്ടോ? അടുത്ത എന്താണ് അവിടെ? എന്താണ് എന്തോടെ? എന്താടാ? ഞങ്ങള് നടന്നെത്തുന്നതേ ഉള്ളു കേട്ടോ. നേരെ കിട്ടി. പക്ഷെ അടിപൊളി. നിങ്ങള് എന്തായാലും മൂന്നാറ് വന്നു കഴിഞ്ഞാ ഈ ടോപ്പ് സ്റ്റേഷനിലെ ഇൻസ്ട്രക്ഷൻ ഇവിടെ വരണം കേട്ടോ. അടിപൊളി. ഞങ്ങള് സത്യം പറഞ്ഞ മൂന്നാറിലെ ബാക്കിയുള്ള താഴെയുള്ള വേറെ ഈ എസ്റ്റേറ്റും അങ്ങനെയുള്ള പരിപാടികളൊന്നും കണ്ടതില്ല. നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇനി നാളെയൊക്കെ ആയിട്ട് കണ്ടുപോകാന്നാണ് പ്ലാൻ. നമ്മളിങ്ങനെ പോകുന്ന വഴി പ്ലാൻ ചെയ്ത് പോവാണ്. പ്രത്യേകിച്ച് വാഗമൺ പോകാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് പോകുന്ന വഴി ഓരോന്ന് നോക്കി പോവായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കാണിച്ചാൽ എൻ്റെ മുഖം മാത്രം കാണിച്ചുകൊണ്ട് പോകും. അബി കനി മേളിൽ കയറാം. കനിയെ നമ്മളിവിടെ അങ്ങോട്ട് പോ അടക്കം പോ എല്ലായിടം പോ. അടിപൊളി. ഓക്കെ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ. നമുക്ക് എനിക്കൊന്ന് മേളയിൽ നിന്നാണ് കുറച്ചുകൂടെ ഒരു വ്യൂ നല്ല പോലെ കിട്ടല്ലേ? അടിപൊളി. അയ്യോ ഞങ്ങള് താഴോട്ട് വന്നേ. താഴെ പോകാൻ പറ്റും. ഇത് ഇവിടുന്ന് ഏറ്റവും മുകളിൽ നിന്ന് കാണാം. ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് താഴോട്ട് പോയിട്ട് മുകളിലോട്ട് വരാന്ന്. ഓരോ സ്ഥലത്ത് പോയി ഓരോന്ന് കാണുമ്പോൾ എനിക്കിത് കൊച്ചു പിള്ളേരിങ്ങനെ ഓരോ കളിപ്പാട്ടൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഇതുണ്ടല്ലോ. അതുപോലെയാണ് കേട്ടോ ഞാൻ ഓരോ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ ഓരോരുത്തർക്ക് പോകുമ്പോൾ ഞാൻ ഇപ്പം വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോയി തുടങ്ങിയതല്ലേ ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ളൊരു ഇത് എനിക്കുണ്ട്. അതാണ് ഓരോ വീഡിയോ കാണുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ നിങ്ങൾ അടിപൊളി സൂപ്പറാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത്രയും നാളിനാ വെച്ച് ഞാൻ ഇതൊക്കെ ഈ റേഞ്ചിലാണ് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. കുറച്ചുകൂടെ നേരത്തെ എത്തേണ്ടുള്ളതായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. എൻട്രി പാസ് എന്തിനാണ് എൻട്രി പാസ്? താഴോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. എൻട്രി പാസ് 25 രൂപ. എന്താണ് സംഭവം? താഴെ അവിടെ നിൽക്കാം കേട്ടോ. അവിടെ ഇറങ്ങി അങ്ങോട്ട് പോകുന്നതിന് 25 രൂപയാണ് കേട്ടോ എൻട്രി പാസ്. നമ്മളിതോ
നമ്മൾ അത്രയും പൊക്കത്തുനിന്നാണ് ഇപ്പൊ നടന്നു വന്നത്. ഇതിന് തിരിച്ചു കയറണമല്ലോ എന്നാണ്. ഞങ്ങളെ താഴോട്ട് ഇറങ്ങിയിട്ട് തിരിഞ്ഞ് കയറി പോരുന്നേ. നല്ല കണ്ടോ ഇരുട്ടി. അപ്പൊ ഇനിയിപ്പോ നമ്മൾ അതിന് മുകളിൽ കയറി വീഡിയോ എടുത്താലും ഒന്നും കിട്ടത്ത് ഒന്നുമില്ല. ഞങ്ങളതുകൊണ്ട് കയറിയില്ല. ഏത് താഴെ വണ്ടി എടുത്ത് പോകണം. വണ്ടി കുറെ അങ്ങ് താഴെയാ പാർക്ക് ചെയ്തേക്കുന്നത്. അത്രയും ദൂരം കാണാം. ഇനിയിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. അല്ലടാ അവിടെ ചെന്നിട്ട് റൂം കിട്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരില്ല. അവിടെ തന്നെ എവിടെയെങ്കിലും നിൽക്കണം. ഇങ്ങോട്ട് വരാം. അവിടെ അങ്ങ് നിക്കല്ല, അല്ല ഇവിടെ അങ്ങ് നിക്കല്, തിരിച്ച് ഇങ്ങോട്ട് വരാനും നോക്കല്ല. ആണല്ലേ. പിന്നെ 5 കിലോമീറ്റർ 5 കിലോമീറ്റർ വണ്ടി നിർത്തേ. ശരി എന്നാ. റിസ്ക് ആണോ? ആ അതെ പറഞ്ഞത്. പകല് ഇവിടെ നിർത്താൻ നമുക്കിതില്ല വണ്ടി. അതെന്താ പറ്റിയാ? പകല് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അപ്പഴേ പറ്റിയാ. എന്നെ വെച്ച് റൂൾസ് അറിയാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ അറിയാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യത്താന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞാൽ എന്തുവായാലും പോകുന്ന അയാൾ ടോണില് അവന് ഒപ്പില്ല. എന്നിട്ട്